ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടാൻ ഒരു ഡിജിറ്റൽ ടൈമറാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുവിധം 30 ആംപിയർ വരെ ലോഡ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും, എ സിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ ലോഡ് ചെയ്ത് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമുക്കത് ഏത് ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് വർക്ക് ചെയ്യിക്കാം. ഇതിൽ ഒരു 16 ഓൺ ഓഫ് ഉണ്ട്. കറക്റ്റ് 16 ഉണ്ട് ഓൺ ഓഫ്. ആ 16 ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ആഴ്ചയിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ 7 ദിവസത്തിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കിതിൽ എത്ര നേരം വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബാസ് ബൂസ്റ്റിംഗ് ബോർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെക്കിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ള ഒരു കോമൺ PCBയിൽ അസംബിൾ ചെയ്തിട്ടുള്ള എൻ്റെ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ സർക്യൂട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് സർക്യൂട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാനത് വീഡിയോയിൽ എവിടെയും മിസ്സായി പോയതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോർഡാണ്. അപ്പോൾ 18 അധികം കമ്പോണൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഫസ്റ്റ് കാണുന്ന ക്ലോക്ക്, നമ്മൾ മെയിൻ ടൈം സെറ്റ് ചെയ്യാള്, പിന്നെ ടൈമറിൻ്റെ സ്വിച്ച്, അപ്പോൾ ഡേറ്റ് ഡേ എഴുതിയിട്ടുള്ളത്, ഏത് ദിവസമാണെന്നുള്ളത് വേണ്ടതെന്നുള്ളത്, പിന്നെ അതുപോലെ മണിക്കൂർ, അതുപോലെ മിനിറ്റ്. അപ്പോൾ എങ്ങനെയാണ് സ്വിച്ച് വരുന്നത്. പിന്നെ മീതെ വരുന്നത് നമുക്ക് മാനുവലായിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും. സെൻട്രലിൽ കാണുന്നത് ഈ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈമിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ആ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ അടിയിലൊരു ബ്ലാക്ക് വര പോലെ കാണുന്നുണ്ടാവും. അത് നമ്മൾ ഈ ബട്ടൺ, സെൻട്രലത്തെ ബട്ടൺ അമർത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് ഏത് ഓഫാണോ ഓണാണോ ഓട്ടോമാറ്റിക് ആണോ എന്നുള്ളതിൻ്റെ നേരെ വന്ന് നിൽക്കും. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലാണ് വന്ന് നിൽക്കുന്നത്. ഇതിനെ അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബാക്ക് സൈഡിൽ മൊത്തം 4 പിന്നാണ് വരുന്നത്. ഇതേപോലെ 4 പിന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ടെസ്റ്റർ കത്തണ ഇതാണ് ഫേസ്. അപ്പോൾ ആ ഫേസാണ് നമ്മൾ ഈ രണ്ടാമത്തെ പിന്നിൽ കൊടുക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ നമ്മളെ ടെസ്റ്റർ കത്താത്തത്, ഇടത്തെ സൈഡിൽ വരുന്ന കണക്ഷൻ, നമ്മളെ സ്വിച്ച് ബോർഡിലൊക്കെ ഇടത്തെ സൈഡിൽ വരുന്ന കണക്ഷനാണ് ഈ ന്യൂട്രൽ എന്ന് പറയുന്ന കണക്ഷൻ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ലോഡ് കൊടുക്കാനുള്ളത് നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് അതിൻ്റെ മെയിൻ ഫേസും ന്യൂട്രലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും കണക്ഷനുകളും കാര്യങ്ങളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ 30 ആംപിയർ, 230 വോൾട്ട്, 200, 250 വോൾട്ട് AC, 50 ഹെർട്സ്, 60 ഹെർട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ സാധാരണ ഒരു റൗണ്ട് ടൈപ്പ് ചെറിയൊരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീതത്തെ ഈ മൂടി ഊരിയെടുക്കുക. അത് നമ്മളെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ പിടിച്ചമർത്തി ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വ്യത്യാസം അറിയാത്തവരൊക്കെ പിടിച്ചമർത്തി ടൈമും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു മൂടി വന്നിട്ടുള്ളതിനെ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബട്ടൺ, ഈ ചെറിയ ബട്ടൺ നമുക്ക് ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവർ ഏതെങ്കിലുമൊക്കെ എടുത്ത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് റീസെറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ റീസെറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മളിതിൽ ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ സമയം എത്രയാണെന്ന് നോക്കുക, ആ സമയം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:13 ഇപ്പോഴത്തെ സമയം. അപ്പോൾ നമ്മൾ ക്ലോക്കിൻ്റെ ബട്ടൺ നമ്മൾ അമർത്തി പിടിച്ചു. എന്നിട്ട് നമ്മൾ മണിക്കൂറാണ് നമ്മൾ അമർത്തുന്നത്. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ AM-ലാണ് 11 വരിക. അപ്പോൾ PM-ൽ 10, 20. അപ്പോൾ അതിൽ ടൈം വരിക 23 വരിക. അപ്പോൾ 23 നമ്മളിതിൽ ഈ ബട്ടൺ അമർത്തി പിടിക്കുക. എന്നിട്ട് 23 ആക്കുക. പിന്നെ നമുക്ക് മിനിറ്റാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 14 മിനിറ്റ്. അപ്പോൾ മിനിറ്റിൻ്റെ അതിൽ അമർത്തിയിട്ട് നമ്മൾ 14 എന്നുള്ളത് ഒരു 15 ആക്കി വയ്ക്കുക. 1 മിനിറ്റ് കൂടുതൽ നമ്മൾ ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. സെറ്റിങ്സ് ടൈം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മളെ ടൈമറാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈമറിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്വിച്ചിങ് 1, 2, ഒരെണ്ണത്തിൽ തന്നെ 2 ഒരു ഓണും ഒരു ഓഫും ഉണ്ട്. അപ്പോൾ 2-ൽ ഓൺ ഓഫ്, 3-ൽ ഓൺ ഓഫ്, അങ്ങനെ 16 സെറ്റ് ഉണ്ട് ഓൺ ഓഫ് ഇതിൽ. അപ്പോൾ ഇത്രയും 16 അപ്പോൾ ആദ്യം തന്നെ വന്നു, ഫസ്റ്റത്തെ വന്നു.
അപ്പോൾ മൺഡേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ഡേറ്റിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഡേ എന്നുള്ളതിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ കംപ്ലീറ്റ് ഇതിൽ വന്നു. അപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട്. 7 ദിവസങ്ങളും വന്നിട്ടുണ്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അങ്ങനെ എല്ലാ ദിവസങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ദിവസം വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതേപോലെ വീണ്ടും ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും. ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ ദിവസത്തേക്കുള്ളതും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ രണ്ടാമത്തെ സ്വിച്ചിലാണ് കിടക്കുന്നത്, ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ ഓൺ എടുത്തു. ഓണിൽ നമ്മളിപ്പോൾ 23 എന്നുള്ളത് 23:16. അപ്പോൾ 11:16 ഇപ്പോഴത്തെ സമയം. അപ്പോൾ നമുക്ക് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 23 നമ്മളിതിൽ അടിക്കുക. 23 അടിച്ചിട്ടുണ്ട്. 16 എന്നുള്ളത് നമ്മൾ മിനിറ്റ് നമ്മൾ 17 അടിക്കുന്നത്, ഓണാവേണ്ടത്. 19 വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സെറ്റിങ് കഴിയുമ്പോൾ ഏകദേശം ആ ടൈം ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഓണാവേണ്ടത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഓഫ് ആവേണ്ടത് അതിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതും അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സ് അതിൽ വന്നു എടുക്കും. അപ്പോൾ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, കുഴപ്പമില്ല. അപ്പോൾ 23 ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് 17 ആയിട്ടുണ്ട് നമ്മളെ കറക്റ്റ് ടൈം. അപ്പോൾ നമ്മളത് 19 കിടക്കണത്. അപ്പോൾ നമുക്കത് ഒരു 20-ലാക്കിയിട്ട് ഇടാം. നമുക്ക് ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുത്ത് ഇതിലേക്ക് കുത്താം. പിന്നെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുത്തിയിട്ട് നോക്കാം, ഓണാവണ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അത് ഇത്രയും സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണാവണ്ടും ഓഫ് ആവണ്ടും ടൈം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. 23:18 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മൾ ഇതിൽ കറക്റ്റ് ലൈൻ എന്നുള്ളതിൽ ഈ റെഡ് വയറാണ് നമ്മളെ ഫേസ് വയർ വരുന്നത്. അപ്പോൾ അത് നമ്മളിതിൽ കുത്താണത്. അതുപോലെ ന്യൂട്രൽ ഈ രണ്ടാമത്തെ പിന്നിലും നമ്മൾ കുത്തി. ഈ ലൈനിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാലും ഡയറക്റ്റ് AC കണക്ഷനാണ് വരിക, കറണ്ട് ഉണ്ടാവും അതിൽ. അപ്പോൾ നമ്മളത് കുത്തിയൊക്കെയാണ് കറക്റ്റായിട്ട്. ഓണാകുമ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നമ്മളെ റെഡ് ലൈറ്റ് കത്തും. നമ്മൾ വേറെ ഒന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ കണക്ഷനിൽ ഇപ്പോൾ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല, ടെസ്റ്റർ കുത്തിയിട്ട് കത്തണും കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടിലും ലൈൻ വന്നിട്ടില്ല. അപ്പോൾ അത് ഓണായതിൻ്റെ ശേഷമാണ് അതിലേക്ക് ലൈൻ വരിക. അപ്പോൾ നമുക്ക് ഓണാവണമെന്ന് നോക്കാം, കറക്റ്റായിട്ട് ഓണാവുണ്ടോ എന്നുള്ളതും ഓഫ് ആവുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം, കുഴപ്പമുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 19 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ നമുക്കിത് ഓണാവണം നോക്കി കേൾക്കാം, ഓണാവുണ്ടോ നോക്കി കേൾക്കാം. പവർ സപ്ലൈയുടെ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ, വയർ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇത് ഓണാവാൻ വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. വയർ ചെറിയ പ്രശ്നമുണ്ട്, അതാണ് ഈ ഇത് കാണിക്കുന്നത്. അപ്പോൾ 27 ഓണ്, 28 ഓഫ്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വയർ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്, അതിന് പ്ലഗും കാര്യങ്ങളൊന്നും ഇല്ല, പ്ലഗ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആ ടൈമിന് തന്നെ ഓണാവും ഓഫ് ആവുകയും ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പോലെ. അപ്പോൾ ലൈറ്റ് റെഡ് ലൈറ്റിൽ കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. അതാണ് അതിൻ്റെ ഓൺ ഓഫിൻ്റെ സെറ്റപ്പ്. പിന്നെ അതേപോലെ DC വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബോർഡാണിത്. നമുക്ക് ഇത് വെച്ചിട്ട് ചെറുവക പരിപാടികളൊക്കെ നമുക്ക് അത്യാവശ്യം ടൈമർ ഇതിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് സാധനം. നമുക്ക് മൊബൈൽ ചാർജർ വെച്ചിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും, ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ബോർഡാണിത്. നമ്മളത് ഇൻക്യുബേറ്ററിന് വേണ്ടിയിട്ട് ആദ്യം ഉപയോഗിച്ചിരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നമുക്കിത് ഓഫ് ആവുണ്ടോ നോക്കി കേൾക്കാം. അപ്പോൾ അത് കറക്റ്റ് ടൈമിന് തന്നെ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.